ാണ് ഒന്നും രണ്ടുമല്ല ഓരോരാളും എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഐഡികൾ ഇത്രയും കൂടാൻ കാരണം ഒരാൾ തന്നെ നൂറുകണക്കിനും ആയിരക്കണക്കിനും ഐഡികൾ എടുത്തത് കൊണ്ടാണ്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ 16 ലക്ഷം ഇവിടെ ആളില്ല. വെറും 35,000 ആൾക്കാരുടെ ഡീറ്റെയിൽസ് മാത്രമേ നിങ്ങളുടെ കമ്പനിയുടെ പക്കലുള്ളൂ. അതിലും ഇപ്പോൾ അവശേഷിക്കുന്നത് വെറും 3000-ഓ 4000-ഓ ആൾക്കാർ മാത്രമാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ സൂം കാണാൻ 700 പേരാണ് ഉണ്ടായിരുന്നത്. ബാരിക്കേഡ് തള്ളു തുടങ്ങിയ പിന്നെ 100 ആൾ അപ്പോൾ തന്നെ പോയി. എനിക്ക് ലിങ്ക് അയച്ചെന്നാൾ പറഞ്ഞതാണ്. എനിക്ക് ഈ ലിങ്ക് അയച്ചെന്നാൾ പറയുകയാണ്, ഞാൻ ബാരിക്കേഡ് മോന്ത കണ്ടേ പിന്നെ ഞാനത് എക്സിറ്റായി, നിങ്ങൾ മുഴുവൻ കണ്ടിനോ എന്ന്. ഞാൻ പറഞ്ഞു നമ്മളെക്കുറിച്ചൊക്കെ അതിൽ പറയുമല്ലോ, അതുകൊണ്ട് ഞാൻ മുഴുവൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞു. ബാരിക്കേഡ് തള്ളു കേൾക്കാൻ നമുക്ക് സമയമില്ല, വേസ്റ്റാക്കാൻ സമയമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. ഞാൻ ഇന്നലെയൊക്കെ യാത്രയായിരുന്നു, അതുകൊണ്ട് നല്ല ഉറക്കക്ഷീണമുണ്ട്. എന്നാലും ഇത് ഒരുപക്ഷെ ഇത് അവസാനത്തെ ഹൈറച്ചിനെ കുറിച്ചുള്ള അവസാനത്തെ വീഡിയോ ആയിരിക്കും. വേണമെങ്കിൽ കേസ് കൊടുക്കുക, അല്ലെങ്കിൽ ക്രൈം ബ്രാഞ്ചിൻ്റെ മുന്നിൽ പോയിട്ട് മൊഴി കൊടുക്കുക. അല്ലാതെ പൂളിംഗമോ ഈ കമ്പനി തിരിച്ചു വന്നിട്ട് നിങ്ങൾ സീനേൻ്റെ പക്കൽ നിന്ന് പണം വാങ്ങണോ എന്ന് വിചാരിച്ചു കിടന്നാൽ നടക്കില്ല മക്കളെ. FIR രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ കളക്ടറെ പോയി കണ്ട് പരാതി നൽകുക, അല്ലെങ്കിൽ ക്രൈം ബ്രാഞ്ചിൻ്റെ മുന്നിൽ പോയി മൊഴി കൊടുക്കുക. ഈ 3 ഓപ്ഷൻ മാത്രമേ നിങ്ങൾക്കുള്ളൂ. നിങ്ങൾ നഷ്ടപ്പെട്ട 1 രൂപയാണെങ്കിൽ 1 രൂപ തിരിച്ചു പിടിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് ഇതുപോലെ ലീഡർമാർക്ക് 4 കോടിയുടെ ബംഗ്ലാവ് കെട്ടാനും 8-10 കോടിയുടെ ആസ്തികൾ വാങ്ങിക്കൂട്ടാനും വേണ്ടി